ഹലോ. അപ്പോൾ അതേ എനിക്ക് എന്താ കിട്ടിയേക്കണെന്നൊക്കെ കുറേ ദിവസമായിട്ട് ആ മാവിൻ്റെ ചോട്ടിൽ വന്ന് മാവിൻ്റെ മുകളിലോട്ട് നോക്കിയിരിക്കലാണ് എൻ്റെ പണി. ഞാൻ കുറച്ച് നിസ്സാരം മാങ്ങയുള്ളൂ, അതിനകത്ത് ചപ്പിക്കുടിയ മാങ്ങയാണ്. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിയിരിക്കണതൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയി കളയും. അപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതപ്പം തന്നെ കഴുകി വായിലാക്കി കേട്ടോ. അപ്പോൾ യാത്രയ്ക്ക് ഇറങ്ങുമായിരുന്നു. യാത്ര എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വണ്ടി ചെറിയ ചെറിയ പണികളൊക്കെ തന്നു തുടങ്ങി. അപ്പോൾ ഇനി അതൊന്ന് മാറ്റണം പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടിയൊക്കെ നോക്കി ഫുഡൊക്കെ കഴിച്ച് വന്നതാണ്. പിന്നെ നമുക്ക് വൈകുന്നേരം ഡ്യൂട്ടി ഉണ്ടല്ലോ, നമ്മുടെ പശുക്കൾ, അവരുടെ കറവ, അവരുടെ തീറ്റ കൊടുക്കൽ, അങ്ങനെ ആ തിരക്കിലോട്ട് പോകും. അപ്പോഴാണ് ഞങ്ങൾക്ക് ഗസ്റ്റ് വന്നത്. പിന്നെ ഗസ്റ്റായിട്ട് സംസാരിച്ചു, അവർക്ക് ചായയൊക്കെ കൊടുത്തു. കുറേ നേരം അവരുടെ നാട്ടിലെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ പണി അതിൻ്റെ ഇടയ്ക്ക് നടക്കണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 4 പശുക്കളെ കറക്കാനുണ്ട്. അപ്പോൾ ഇന്ന് അതിന് 3 പശുക്കളായിട്ട് കുറച്ച് ഞങ്ങൾ 3 പശുക്കളുടെ കറവയൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ ചായ എടുക്കുന്ന സമയത്ത് രജിഷേട്ടൻ ഇന്ന് ലീവ് ആയതുകൊണ്ട്, അവധി ആയതുകൊണ്ട് തന്നെ രജിഷേട്ടൻ അത് കറന്നു. അങ്ങനെ ആ പണികളെല്ലാം അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ശങ്കരിയാണ് ആ നിൽക്കണ വെള്ളപ്പശു. അപ്പോൾ ശങ്കരി ഇന്ന് രാവിലെ ഞങ്ങൾക്കൊരു പണി വന്നു കേട്ടോ. അവൾ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടി തലയിട്ട് ആ ചെറിയ ഗ്യാപ്പിൽ കൂടി പുറത്തോട്ട് തലയിട്ട് വെച്ചു കേട്ടോ. ഒരു രക്ഷയുണ്ടായില്ല. ഒരു കണക്കിനാട്ടോ അതിൻ്റെ തല പുറത്തോട്ട് എടുത്തത്. ഞങ്ങൾ അത് കട്ട് ചെയ്യേണ്ട വരുന്നൊക്കെ വിചാരിച്ചു. ഒരു 10, 15, 20 മിനിറ്റ് രേഷൻ ഇന്ന് രാവിലെ അങ്ങനെ ഒരു പണി നമ്മുടെ ശങ്കരി പെണ്ണ് കൊടുത്തിട്ടാ. പക്ഷേ ഒന്നും പറ്റിയില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് ആ പശുവിൻ്റെ തലയൊക്കെ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഭദ്ര പ്രസവിക്കാറായിട്ടുണ്ട്. എപ്പോഴാന്നൊന്നും അറിയില്ല. ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. പിന്നെ രാത്രിയുള്ള സമയമാണ് ഇതെല്ലാം. ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കുട്ടികളായിട്ട് തല്ലുകൂടിയും അവരുടെ പരിഭവങ്ങളൊക്കെ കേട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയി കിടക്കണേ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല. ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചു ഉച്ചത്തെ. അപ്പോൾ രാവിലെ വെച്ചത് പുട്ടും മുട്ടക്കറിയായിരുന്നു. മുട്ടക്കറിയൊക്കെ കുറേശ്ശെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വീണ്ടും എനിക്കൊരു മാങ്ങ വീണ് കിട്ടി. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചു. അങ്ങനെ കുട്ടികളായിട്ടൊക്കെ തല്ലുപിടിച്ചും തമാശകൾ പറഞ്ഞു ഒക്കെ നമ്മൾ ഇനി കിടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, ഞാൻ ഇനി യൂട്യൂബിൽ ഡാൻസൊക്കെ കളിച്ചിടാൻ പോവാണ്. അപ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ എൻ്റെ ശരീരം കുറച്ച് കുറയും. ഞാൻ എല്ലുപോലെ ഇരുന്നേച്ച ആളാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പണിയുടെ ഇടയിൽ ഞാൻ വണ്ണം വെക്കുന്നുണ്ട് കേട്ടോ. ഇത്ര പണിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അത്ര വലിയ പണിയെന്നൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ പണ്ട് കാരണന്മാർ ചെയ്ത പണികളുടെ ഒരു 1/4 ഭാഗം പോലും നമുക്കിപ്പോൾ ഇല്ല. എല്ലാം മെഷീനാണ്. തേങ്ങ ചിരണ്ടണ മെഷീൻ, അരക്കണ മെഷീൻ, അലക്കണ മെഷീൻ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പണിയുള്ളത്? നമ്മൾക്ക് ഒരു പുറത്ത് പോയി ജോലി ചെയ്യുന്ന ലേഡീസിൻ്റെ അത്ര പണിയൊന്നും നമുക്കില്ല. നമുക്ക് ആവശ്യത്തിന് റെസ്റ്റും ഉണ്ട്. അപ്പോൾ ശരിക്കും ഇത് ഒരു പശുവിൻ്റെ പണി അത്ര വലിയ പണിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ചപ്പൻ കുട്ടൻ, ഒരു തല്ലുകൂടി കുട്ടനാണ് കേട്ടോ അവനിങ്ങനെ എന്നെ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുക എപ്പോഴും കണ്ട പാവത്താൻ്റെ പോലെ നിൽക്കുകയും ചെയ്യും. വന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ തല്ലുപിടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനും അവനെ ഞോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തല്ലുപിടിച്ചും ശരിക്കും ചില സമയത്ത് സീരിയസ് ആയിട്ടൊക്കെ തല്ലുപിടിക്കും കേട്ടോ. പക്ഷേ എത്ര സീരിയസ് ആയാലും അവന് വഴക്കൊന്നുമില്ല കേട്ടോ. പാവമാണ് അവൻ. ആ ഒരു ഇങ്ങനെ ഒച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയും, നിൻ്റെ ഒരു തോരനാക്കുവള്ളി ഞാൻ പൊട്ടിച്ച് കളയൂടാ, ഇത്ര സൗണ്ട് ഒന്നും വേണ്ട എന്നൊക്കെ പറയും കേട്ടോ ഞാൻ. എന്നാലും വഴക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുഞ്ചപ്പനില്ലെങ്കിൽ ആ വീട് ഉറങ്ങും. കുഞ്ചപ്പനും വാവയില്ലെങ്കിൽ ശരിക്കും ആ വീട് നിശബ്ദമാണ്. അതുകൊണ്ട് തന്നെ എങ്ങും വിടലില്ല. കുട്ടികളെ വെക്കേഷൻ ആയാലും അവർക്കും പോകാൻ ഇഷ്ടമില്ല. 4 പേരും ഒരുമിച്ച് ആ മുറിയിൽ ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അവരുടെ ബുദ്ധിമുട്ട് നമ്മളിലും കൂടുതലാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാ അല്ലെങ്കിൽ ദേശീയൻ്റെ ബന്ധുവീടുകളിലൊന്നും കുട്ടികൾ പോയി നിൽക്കില്ല. എല്ലാവരും എല്ലാ വെക്കേഷനും അവധി സമയങ്ങളിലൊക്കെ നമ്മുടെ കൂടെ തന്നെ. അപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ മക്കൾ എന്നെ. അപ്പോൾ അച്ചായനോടും പറഞ്ഞു, ഡാൻസ് കളിക്ക് നമുക്ക് ഒന്നിച്ചിടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പം ഞാൻ അവിടെ തന്നെ കിടന്നു കേട്ടോ. ഇന്ന് ഫുള്ള് യാത്രയൊക്കെ, പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചൂടും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ വീഡിയോസൊക്കെ. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നവർ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തുക.
അപ്പോൾ ഇത്രയൊക്കെ ആ ഓർമ്മയിൽ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ, നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളറിയാവുന്ന എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും യൂട്യൂബ് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തെ കാണുന്ന ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടേതായ തിരക്കിലൊക്കെ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയും ഫംഗ്ഷന് ഞങ്ങൾ തിരക്കില്ലാത്ത സമയത്തും ചെന്നുകൊണ്ടിരുന്നത് ഏറ്റവും ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ചിലവർ പറയും നിങ്ങൾ എപ്പോഴാണ് വന്നേ, നിങ്ങളെ കാണാൻ പറ്റിയില്ല, ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി. ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തും ചെല്ലാറ്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങളെ കാണാം, ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയും എന്നെ കാണുമ്പോൾ, നിന്നെ എന്നും കാണുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യണില്ല. എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ അറിയുന്നുണ്ട് വീട്ടിൽ നടക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്കും പറയാലോ. എൻ്റെ ഇപ്പോൾ ചേച്ചിയൊക്കെ കുറേ നാളത്തെ കാണുമ്പോൾ എനിക്ക് അവരെ ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്യും കാണുമ്പോൾ. പക്ഷേ എന്നെ അവർക്ക് എപ്പോഴും കാണുന്നതുകൊണ്ട് അവർക്ക് ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പം ഇപ്പം എല്ലാവരും യൂട്യൂബ് തുടങ്ങുക. എനിക്കറിയാവുന്ന എല്ലാവരും യൂട്യൂബ് തുടങ്ങുക. ഞാൻ വീഡിയോസൊക്കെ കാണും. എങ്ങനെയായാലും ഞാൻ എൻ്റെ കിച്ചണിലായാലും ഇപ്പം ഞാൻ കിടക്കാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ വീഡിയോസൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീരിയലോ സിനിമയോ ഒന്നും തന്നെ കാണുന്നില്ല. ഇപ്പോൾ യൂട്യൂബ് മാത്രം നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇപ്പം എനിക്കിങ്ങനെ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് ഒരു ഫ്ലോ കിട്ടില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോസിലോട്ട് ക്യാമറയിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണേ, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ഉള്ളൊരു, പറയണത് ശരിയാണോ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് വരില്ല സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, നാളെ കാണാം.